ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ പ്രോഫിറ്റ് ഓഫ് ദി സം ഷോർട്ട് ട്രിക്ക് മെത്തേഡ് യൂസ് ചെയ്ത് വിത്തിൻ സെക്കൻഡ് സോൾവ് ചെയ്യാവുന്നതാണ്. ഇത് പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ എളുപ്പമാണ്. ആദ്യം ഒരു കാര്യം പറയട്ടെ, ഇത് ഞാൻ തുടങ്ങുന്നത് പാവപ്പെട്ട പിള്ളേർക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. എന്നാലേ കോച്ചിങ് സെന്ററിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും പോകാൻ പറ്റാത്ത പിള്ളേർക്ക് ഇത് റീച്ച് ആവുള്ളൂ. അവർക്കും കൂടിയാണ് ഞാൻ ഇത് തുടങ്ങിയിരിക്കുന്നത്. ഷോർട്ട് കട്ട് മെത്തേഡ് ഇത് പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് എല്ലാ ഇതിന് അപ്ലൈ ചെയ്യാം. ഫോമുല ഒക്കെ ഓർത്ത് ചെയ്യാൻ പാടുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. ഇത് പഠിച്ചെടുക്കാൻ പാടുകൾ പഠിച്ചെടുക്കാൻ എളുപ്പമാണ്, സിമ്പിൾ ആണ്. ആദ്യം തന്നെ അങ്ങനെ വന്ന് CPC 100 വന്നിട്ടുണ്ട്. P% 20% വന്നിട്ടുണ്ട്. P% 20% ആയിട്ടുണ്ട്. 20/100 അതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യണം? 1/5. 1/5 അതിന്റെ 1 എന്താ P ആയിട്ടും ഇത് CP ആയിട്ടും എടുക്കണം. ആദ്യം എന്താ പറഞ്ഞാൽ പ്രോഫിറ്റ് പെർസെന്റേജ് ഫോർമുല എന്താണ്? P/CP × 100. ആ P/CP ആണിത്. P/CP. എന്നിട്ട് അടുത്തത് എന്താണെന്ന് പറഞ്ഞാൽ SP = CP + P. SP വിറ്റ വിലയാണ്, CP വാങ്ങിയ വിലയാണ്. 5 യൂണിറ്റ് = 100. ഇത് 1 യൂണിറ്റ് 5 യൂണിറ്റ് കാസ്റ്റിംഗ് വാല്യൂസ് ആണ്. 5 യൂണിറ്റ് = 100. 6 യൂണിറ്റ് എന്ത്? 1 യൂണിറ്റ് 100/5 20 ആണെങ്കിൽ 6 യൂണിറ്റ് 20 × 6 120. ഇത് എങ്ങനെ ഇത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ തന്നതേ ഉള്ളൂ. ഇത് നിങ്ങൾ എക്സാം ടൈമിൽ ഇതൊക്കെ പേപ്പറിലും പെന്നും പേപ്പറും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇങ്ങനത്തെ സെമ്മൊക്കെ പ്രിലിംസിൽ വരും. പ്രിലിംസിൽ വന്നാൽ നിങ്ങൾ യൂസ് ചെയ്യാൻ എങ്ങനെ ചെയ്യേണ്ടത് പറഞ്ഞാൽ P% = 20%. 20% 20/100 = 1/5. മൈൻഡ് കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്യണം. പ്രാക്ടീസ് ചെയ്ത് ചെയ്യാൻ വന്നോളൂ. 1/5 1 P ആയിട്ട് എടുക്കണം, 5 CP ആയിട്ട് എടുക്കണം. SP വാങ്ങിച്ച വില പ്ലസ് ലാഭം ആണ് വിറ്റ വില. അപ്പം എന്താ 5 യൂണിറ്റ് 1 യൂണിറ്റ് ഇത് അസൈൻഡ് വാല്യൂസ് ആണ്. 5 യൂണിറ്റ് 1 യൂണിറ്റ് ആഡ് ചെയ്യുമ്പോൾ 6 യൂണിറ്റ് കിട്ടും. 6 യൂണിറ്റ് SP ആണ്. 5 യൂണിറ്റ് നമുക്ക് ആക്ച്വൽ വാല്യൂ അറിയാം 100. അപ്പം 1 യൂണിറ്റ് എത്രയായിരിക്കും? 20. അപ്പം SP = 6 × 20 = 120. എളുപ്പമാണ്. ഇത് മൈൻഡ് കാൽക്കുലേഷൻ പേപ്പർ മെത്തേഡ് യൂസ് ചെയ്തത് നിങ്ങൾ കണ്ടു ചെയ്യാനേ ഉള്ളൂ. എളുപ്പമാണ്, ഒന്നും പേടിക്കാനില്ല. എന്താ ഫോമുല മെത്തേഡ് ആണെങ്കിൽ എല്ലാവർക്കും ഫോമുല ഓർത്ത് വയ്ക്കാൻ പറ്റണമെന്നില്ല. ഇത് നിങ്ങൾ ഇത് പഠിച്ചു വെച്ചാൽ എല്ലാത്തിനും അപ്ലൈ ചെയ്യാൻ പറ്റും. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഹോസ്പിറ്റൽസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.